ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ജോയിന്റ് പ്രോമിസസിന്റെ പെർഫോമൻസ് ആണ്. ആദ്യം എന്താണ് ജോയിന്റ് പ്രോമിസസ് നോക്കാം. നമ്മൾ ഇത്ര നാളും പറഞ്ഞത് രണ്ട് വ്യക്തികൾ ചേർന്നിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്, അതായത് ഒരാൾ മറ്റൊരാൾക്ക് പ്രോമിസ് കൊടുക്കുന്നു. എന്നാൽ ചില കേസിൽ രണ്ട് പേര് ചേർന്നിട്ട് ഒരാൾക്ക് പ്രോമിസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾ ചേർന്നിട്ട് രണ്ടു പേർക്ക് പ്രോമിസ് കൊടുക്കാം. അപ്പൊ ഇവിടെ 2 or more persons ആണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ രണ്ട് പേര് പ്രോമിസറും ഒരാൾ പ്രോമിസി ആവാം, അല്ലെങ്കിൽ ഒരു പ്രോമിസറും രണ്ട് പ്രോമിസി ആവാം, അല്ലെങ്കിൽ രണ്ട് പ്രോമിസറും രണ്ട് പ്രോമിസി വേണമെങ്കിലും ആവാം. അപ്പൊ അങ്ങനെയുള്ള പ്രോമിസസിനാണ് നമ്മൾ ജോയിന്റ് പ്രോമിസസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ അത് ആരാണ് പെർഫോം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. Where 2 or more persons enter into a joint agreement with 1 or more persons, the promise is known as joint promise. ഇവിടെ പറഞ്ഞേക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരാൾക്ക് എന്ത് കൊടുക്കണം, പ്രോമിസ് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ജോയിന്റ് പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പം ഇനി പറയാൻ പോകുന്നത് ജോയിന്റ് പ്രോമിസസിൽ ആരാണ് പ്രോമിസ് പെർഫോം ചെയ്യുന്നത്, എല്ലാവരും ചെയ്യണോ അത് ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ജോയിന്റ് പ്രോമിസേഴ്സ് ഓർ ദെയർ ലീഗൽ റെപ്രസെന്റേറ്റീവ് മസ്റ്റ് ജോയിന്റ്ലി പെർഫോം ദി പ്രോമിസ്. അപ്പം ജോയിന്റ് പ്രോമിസ് ആണെങ്കിൽ ഒന്നുകിൽ ജോയിന്റ് പ്രോമിസസ്, അതായത് എത്ര പേരാണോ പ്രോമിസ് കൊടുത്തത് അത്രയും പേർ കൂടെ ചേർന്നിട്ട് ആ പ്രോമിസ് പെർഫോം ചെയ്യാം. ഇല്ലെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവുകൾ ജോയിന്റ് ആയിട്ട് ചേർന്ന് വേണമെങ്കിലും അത് പെർഫോം ചെയ്യാം. ദ ജോയിന്റ് പ്രോമിസസ് മസ്റ്റ് ജോയിന്റ്ലി ഫുൾഫിൽ ദി പ്രോമിസ് ഡ്യൂറിംഗ് ദ ജോയിന്റ് ലൈഫ് ടൈം. അതായത് എത്ര നാളാണോ അവർ ജോയിന്റ് ആയിട്ട് ചേർന്ന് ഒരു പ്രോമിസ് കൊടുത്തത് ആ ഒരു കാലാവധിക്കുള്ളിൽ തന്നെ അവർക്ക് ജോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാം. If any one of them dies, his legal representative must jointly with the surviving promises fulfill the promise. ഇപ്പം രണ്ടുപേർ ചേർന്നിട്ട് ഒരു പ്രോമിസ് കൊടുത്തു, അതിലൊരാൾ മരിച്ചു പോകണം. ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്നതിന് മുന്നേ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് മറ്റേ സർവൈവ് ചെയ്ത് നിൽക്കുന്ന പ്രോമിസറിനോടൊപ്പം ചേർന്നിട്ട് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാവുന്നതാണ്. ഓൺ ദി ഡെത്ത് ഓഫ് ഓൾ പ്രോമിസസ്, ഇനി അത്രയും പ്രോമിസ്, ഒരു ആക്സിഡന്റ് പറ്റി ആ പ്രോമിസർ, ഇപ്പം 3 പ്രോമിസർ ഉണ്ടായിരുന്നു, 3 പേര് ചേർന്നിട്ടാണ് ഒരാൾക്ക് പ്രോമിസ് കൊടുത്തത്. പക്ഷെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് 3 പേര് മരിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 3 പേരുടെയും കൂടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ജോയിന്റ് ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാം. അപ്പം the rule is called the devolution of joint liability. Devolution means passing over from one person to another. അപ്പൊ അങ്ങനെ ജോയിന്റ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെവല്യൂഷൻ ഓഫ് ലൈബിലിറ്റി, ജോയിന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിന്, അതായത് പ്രോമിസസ്, ജോയിന്റ് പ്രോമിസസ് ഒരുമിച്ച് നിന്ന് അവരുടെ ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് കേസ് ഇങ്ങനെയാണ്, ജോയിന്റ് പ്രോമിസ് ആണെങ്കിൽ അത് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ ജോയിന്റ് പ്രോമിസേഴ്സുകൾ എത്ര പേരുണ്ടോ അത്രയും പേരോട് ഒന്നിച്ച് നിന്നോ, അല്ലെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സുകൾ ജോയിന്റ് ആയിട്ട് നിന്നോ അത് പെർഫോം ചെയ്യാം. രണ്ടാമത്തെ കേസ് പറയുന്നത് ദ പ്രോമിസി മസ്റ്റ് കമ്പൽ എനി വൺ ഓഫ് ദി ജോയിന്റ് പ്രോമിസർ ടു പെർഫോം ദി പ്രോമിസ്. ഇനി രണ്ടുപേര് ചേർന്നിട്ടാണ് ഒരാൾക്ക് ഒരു വാഗ്ദാനം നൽകിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രോമിസിക്ക് ഏതെങ്കിലും ഒരാളെ കമ്പൽ ചെയ്താൽ മതി, രണ്ടുപേരെയും കമ്പൽ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരാളെ വേണമെങ്കിൽ കമ്പൽ ചെയ്യാം. അതായത് the liability of the joint promisers is joint and the several and the promisee may compel any one or more of the joint promisers to perform the whole promise in the absence of express agreement to the contrary. ഇപ്പം ഇവിടെ രണ്ടുപേര് ചേർന്നിട്ട് ഒരാൾക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പം ഈ സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോമിസിക്ക് ആ സമയത്തിനുള്ളിൽ തന്നെ ഒരാളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, ആ പറഞ്ഞിരിക്കുന്ന പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ആവശ്യപ്പെടാം. ഒരു എക്സാമ്പിൾ നോക്കാം. A, B and C jointly promise to pay ₹30,000 to D. In this case, D may compel either A or B or C to pay him the whole amount of 30,000. ഇവിടെ എയും ബിയും സിയും കൂടെ ചേർന്ന് ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് 30,000 രൂപ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. അപ്പം ആ സമയത്തിനുള്ളിൽ ഡിക്ക് ഒന്നുകിൽ എയോടോ അല്ലെങ്കിൽ ബിയോടോ അല്ലെങ്കിൽ സിയോടോ ഈ പൈസ തരാൻ വേണ്ടി ആവശ്യപ്പെടാം. 3 പേരെടുത്തോട് ഒന്നിച്ചു പോയി പറയണമെന്നില്ല. അതാണ് രണ്ടാമത്തെ സന്ദർഭം. മൂന്നാമത് പറയുന്നത് റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദി ജോയിന്റ് പ്രോമിസേഴ്സ് അമംഗ് ദെംസെൽവ്സ്. ജോയിന്റ് പ്രോമിസേഴ്സിന്റെ റൈറ്റും ലൈബിലിറ്റീസും ആണ് പറയുന്നത്. When the joint promiser has been compelled to perform the whole of the promise, he may compel the other joint promisers to contribute equally with himself to perform of the promise. ഇപ്പം ഏതെങ്കിലും ഒരു പ്രോമിസർ, ഒരു ജോയിന്റ് പ്രോമിസറിനെയാണ് നമ്മൾ കമ്പൽ ചെയ്തത്. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയും ബിയും സിയും കൂടെ ചേർന്നിട്ടാണ് ഡിക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ ഡി എയെ കമ്പൽ ചെയ്തു, എ ആണ് പൈസ കൊടുത്തതെങ്കിൽ
എക്ക് ബാക്കിയുള്ള ജോയിന്റ് പ്രോമിസറിൽ നിന്നും എന്ത് ചെയ്യാം, ആ പൈസ റിക്കവർ ചെയ്യാം. കാരണം അയാൾ തന്നെ വഹിക്കണം എന്നില്ല, മറ്റവരും കൂടിയാണല്ലോ പ്രോമിസ് കൊടുത്തത്. അപ്പൊ അവരും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് ജോയിന്റ് പ്രോമിസർ ലയബിൾ ടു ഷെയർ ലോസസ് ഈക്വലി. അതേപോലെ തന്നെ നഷ്ടവും, എന്തെങ്കിലും നഷ്ടം വന്നാൽ അതും എന്ത് ചെയ്യണം, ഈക്വലായിട്ട് വേണം വീതിക്കാൻ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയും ബിയും സിയും കൂടെ ചേർന്നിട്ടാണ് ഡിക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നം വന്നതുകൊണ്ട് സിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ. അപ്പൊ ഇവർ 3 പേര് ഈക്വൽ ആയിട്ട്, അതായത് 10,000 10,000 10,000 അങ്ങനെ 3 പേരും കൂടെ 10,000 രൂപ വെച്ചിട്ടാണ് 30,000 രൂപ ഡിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ സിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ കാരണം പറഞ്ഞ സമയത്ത് പൈസ റെഡി ആയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് വന്നു, ഒരു 10,000 രൂപയുടെ നഷ്ടം വന്നു. ആർക്കാണ്, എക്കും ബിക്കും ആണ് നഷ്ടം വന്നത്. അതായത് ഈ 10,000 രൂപ കൂടി ഇവർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ 10,000 രൂപ എന്ന നഷ്ടത്തെ എയും ബിയും കൂടെ ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ആ 10,000 ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 5,000. അപ്പൊ എ എന്ത് ചെയ്യണം, 10,000 സ്ഥാനത്ത് 15,000 കോൺട്രിബ്യൂട്ട് ചെയ്യണം, ബിയും അതേപോലെ 15,000 കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജോയിന്റ് പ്രോമിസസ് ലയബിൾ ടു ഷെയർ ലോസസ് ഈക്വലി. നഷ്ടം വന്നാലും അതും എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, ഒരാളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ അയാൾ തന്നെ വഹിക്കണം എന്നില്ല, അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ആവത് ഈക്വൽ ആയിട്ട് 3 പേരിൽ നിന്ന് ഈടാക്കാം. അതായത് ഡി എ അടുത്ത് നിന്ന് മാത്രമാണ് പൈസ ചോദിച്ചത്. അപ്പൊ എ 30,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബിയുടെയും സിയുടെയും കയ്യിൽ നിന്ന് അവരുടെ കോൺട്രിബ്യൂഷൻ എക്ക് ചോദിച്ചു വാങ്ങിക്കാം. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്, നഷ്ടം വന്നാൽ എന്ത് ചെയ്യാം, അതായത് ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റാതെ വന്നാൽ അയാളുടെ ആ ഒരു നഷ്ടം കൂടി ഈ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് നികത്തണം. ദെൻ അടുത്ത പറയുന്നത് റിലീസ് ഓഫ് ജോയിന്റ് പ്രോമിസർ. അതായത് a release by the promisee of any of the joint promises does not discharge the other joint promises from liability. The released joint promisor also continues to the liability to contribute to the other joint promises. It is to be noted that the remaining joint promises continue to the liable to pay the amount. അതായത് ഏതെങ്കിലും ഒരു ജോയിന്റ് പ്രോമിസർ കൊടുക്കാതെ, പൈസ കൊടുക്കാതെ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ആ ഒരു പ്രോമിസ് പാലിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അയാൾക്ക് പകരം ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, കൊടുക്കാം. അതിനുശേഷം പിന്നീട് അയാൾ എന്ത് ചെയ്യണം, ഇവർക്ക് ഈ ബാക്കിയുള്ള ജോയിന്റ് പ്രോമിസേഴ്സിന് അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതാണ്. അതായത് A, B, C jointly promised to pay ₹30,000 to D. D released A from liability. In this case, the release of A does not discharge B and C from their liability. They remain liable to pay the entire amount of 30,000 to D, and though A is not liable to pay to D, but the remains liable to pay to B and C, that is he is liable to make contribution to the other joint promises. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് ആ സമയത്ത് പൈസ കിട്ടിയില്ല, അപ്പം ബാക്കിയുള്ള 2 പേരാണ് കൊടുത്തതെങ്കിൽ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, ഈടാക്കാവുന്നതാണ്. അപ്പം നമ്മൾ എല്ലാം കൂടെ ഒരാളെ ഏൽപ്പിക്കേണ്ട, 3 പേരും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ആ 3 പേരും എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും കൂടെ ചേർന്നിട്ടാണ് ഡിക്ക് എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇപ്പം എ മാത്രമാണ് ഡിക്ക് പൈസ കൊടുത്തത്, ബാക്കിയുള്ള 2 പേരും അപ്പം എ കൊടുത്തല്ലോ ഇനി ഞങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എ ആണ് പിന്നെ ഡിക്ക് പൈസ കൊടുത്തെങ്കിൽ ബിയും സിയും കൂടെ അവരുടെ കോൺട്രിബ്യൂഷൻ ആർക്ക് കൊടുക്കണം, എക്ക് കൊടുക്കണം. അതിൽ നിന്നും ഡിസ്ചാർജ് ആവാൻ പാടില്ല, അങ്ങനെ സാധിക്കില്ല. ഞാൻ അടുത്ത പോയിന്റ് പറയുന്നത് ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് റൈറ്റ് ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, പ്രോമിസറിന്റെ കാര്യമാണ്. ഇനി പ്രോമിസിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ജോയിന്റ് പ്രോമിസി ആണെങ്കിൽ, അതായത് ഒരാൾ ചേർന്ന് ഒന്നിലധികം പേർക്ക് പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ വരുവാണെങ്കിൽ അതിനെ ജോയിന്റ് പ്രോമിസി എന്നാണ് പറയുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ one person make a promise to more than one person jointly. The joint promises have the joint right to ask for the performance of the promise. If any one of them die, his legal representative must jointly with the surviving promises claim the performance. ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തി ബിക്കും സിക്കും കൂടി പ്രോമിസ് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു പ്രോമിസ് എന്താണ്, ഒന്നിലധികം പേരായി, 2 പേരായി. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭം അവരെ ജോയിന്റ് പ്രോമിസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 2 പേർക്കും കൂടെ ചേർന്നിട്ട് എയുടെ കയ്യിൽ നിന്നും പൈസ ചോദിച്ച് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അഥവാ ഏതെങ്കിലും ഒരു പ്രോമിസി മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് എന്ത് ചെയ്യാം, മറ്റു പ്രോമിസിലൂടെ ജോയിന്റ് ചെയ്തിട്ട് പ്രോമിസറിന്റെ കയ്യിൽ നിന്നും പൈസ അല്ലെങ്കിൽ എന്താണോ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞത് അത് ചോദിക്കാവുന്നതാണ്. ഓൺ ദി ഡെത്ത് ഓഫ് ഓൾ ദി പ്രോമിസസ്, ഇനി എല്ലാ പ്രോമിസസും മരിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സും ജോയിന്റ് ആയിട്ട് വന്ന് എന്ത് ചെയ്യാം, ആ ഒരു പെർഫോമൻസ് ആവശ്യപ്പെടാം.
അപ്പൊ ഇങ്ങനെ ജോയിന്റ് പ്രോമിസീസുകൾ ജോയിന്റ് ആയിട്ട് ചേർന്ന് പെർഫോമൻസ് ആവശ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് റൈറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് ലയബിലിറ്റി ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോമിസസ് ഒന്നിച്ചു ചേർന്ന് അവരുടെ ലയബിലിറ്റീസുകൾ ചെയ്തു തീർക്കുന്നതിനെ നമ്മൾ ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് ലയബിലിറ്റി എന്നും, ജോയിന്റ് പ്രോമിസീസുകൾ ഒന്നിച്ചു ചേർന്ന് അവര് പെർഫോമൻസ് ആവശ്യപ്പെടുവാണെങ്കിൽ അതിനെ ഡെവല്യൂഷൻ ഓഫ് ജോയിന്റ് റൈറ്റ് എന്നും പറയുന്നു. അങ്ങനെ ഇത്രയുമാണ് ജോയിന്റ് പ്രോമിസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. ഏത് സമയത്ത് ഏത് സ്ഥലത്ത് പെർഫോം ചെയ്യണം. നമ്മുടെ കോൺട്രാക്റ്റിൽ ചിലപ്പോൾ ടൈം പറയും, ചിലപ്പോൾ ഇന്ന സ്ഥലം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. The time and place of performance of a contract are matters to be determined by the agreement between the parties themselves. സാധാരണ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ രണ്ടുപേര് തമ്മിൽ എപ്പോൾ ചെയ്യണം അതിന്റെ ടൈം പറയാറുണ്ട്, ഏത് സ്ഥലത്ത് വെച്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. Section 46 to 50 of the Indian Contract Act laid down the following rules in this regard. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 46 മുതൽ 50 വരെ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത്. ഇനി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് where the time for the performance is not specified. നമ്മുടെ കോൺട്രാക്റ്റിൽ എപ്പോൾ ആ ഒരു കാര്യം പെർഫോം ചെയ്യണം എന്ന ആ ഒരു സമയം സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ടൈം പറയുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? Where no time is fixed in the contract for the performance, the promisor must perform the contract within a reasonable time without any demand by the promisee. ഒരു കോൺട്രാക്ട് നമ്മൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് കാറ് വിൽക്കാം, 5 ലക്ഷം രൂപയ്ക്ക് കാറ് വിൽക്കാം എന്ന് പറയാണ്. അപ്പൊ അവിടെ ഏത് ദിവസം അല്ലെങ്കിൽ ഏത് സമയം എന്നൊന്നും പറഞ്ഞില്ല എന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോമിസി ആവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ ഒരു റീസണബിൾ ടൈം, ഒരു ന്യായമായ സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അത് പെർഫോം ചെയ്തിരിക്കണം. ഇപ്പൊ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് പറയാണ് എന്റെ കാറ് 5 ലക്ഷം രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ ഒരു അധികം ഡിലേ വരുത്താതെ, അധികം താമസം വരുത്താതെ തന്നെ എന്ത് ചെയ്യണം, അത് പ്രോമിസി ബി അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ വാക്ക് പറഞ്ഞ ആള് തന്നെ എന്ത് ചെയ്യണം, അത് പെർഫോം ചെയ്യണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതായത് സമയം പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും, റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ പെർഫോം ചെയ്യണം. രണ്ടാമത് പറയുന്നത് where the time is fixed for performance. സമയം ഫിക്സ് ചെയ്യുന്നെങ്കിൽ where the day for performance is specified in the contract, the promisee may be performed by the promisor at any time during the usual hours of business on the specified day without any demand by the promisee. അപ്പം നമ്മളുടെ കോൺട്രാക്റ്റിൽ പറയുന്നത് ഇന്ന ദിവസം, ഫോർ എക്സാമ്പിൾ സൺഡേ എന്ത് ചെയ്യാം, കാറ് വിൽക്കാം എന്ന് പറയാണ്. പക്ഷെ ടൈം ഒന്നും പറയുന്നില്ല. അപ്പം ഡേ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ ദിവസം, ആ സൺഡേ എന്നുള്ള ദിവസം, നമുക്കറിയാലോ സാധാരണ ഒരു വർക്കിംഗ് അവർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് മുന്നേ, അപ്പം അല്ലെങ്കിൽ ഒരു 5 മണിക്ക് മുന്നേ, ആ ഒരു റീസണബിൾ അവറിന് മുന്നേ തന്നെ നമ്മൾ നട്ടപ്പാതിരക്കൊക്കെ ചെന്ന് കാറ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ആ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പം ഇവിടെ പറഞ്ഞത് ഡേ പറഞ്ഞിട്ടുണ്ട്, ദിവസം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്ര മണിക്ക് അല്ലെങ്കിൽ ഏത് സമയം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പം ആ ഫിക്സ് ചെയ്ത ഡേയിൽ തന്നെ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോമിസി ആവശ്യപ്പെടുന്നതിന് മുന്നേ നമ്മളെ വിളിച്ച് ഇന്ന് സൺഡേ വരാമെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പ്രോമിസി ഇങ്ങോട്ട് വിളിക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ കാര്യം പെർഫോം ചെയ്യണം. ദെൻ മൂന്നാമത് പറയുന്നത് where the contract fixes the hours of performance. ഇനി ഏത് സമയം എപ്പോൾ ചെയ്യണം എന്ന് ഫിക്സ് ചെയ്യുന്നെങ്കിൽ where the contract itself fixes the hours of performance, the contract must be performed at or before the hours mentioned, but where the hour is not mentioned, the contract must be performed during the usual hour of business. ഇനി ഇന്ന സമയം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കട്ടെ, 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 5 മണിക്കൂറിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ മണിക്കൂർ അവസാനിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം. ഇനി മണിക്കൂർ പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൺഡേ നമ്മൾ രാവിലെ വിളിച്ചിട്ട് പറയാണ് ഇതേപോലെ എനിക്ക് പൈസ വേണം, 2 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് പൈസ വേണം എന്ന് പറയുമ്പോൾ ആ 2 മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് പെർഫോം ചെയ്യാൻ നോക്കിയിരിക്കണം. അല്ല സമയം മണിക്കൂർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞാൽ ആ റീസണബിൾ അവറിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം. അടുത്ത 4ാമത്തെ പോയിന്റ് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ പെർഫോമൻസ് ഓൺ എ സർട്ടൻ ഡേ ആൻഡ് പ്ലേസ്. അതായത് where the day for the performance is specified in the contract and the promisor has to perform the promise only on demand by the promisee.
അപ്പോൾ ഇവിടെ ഡേ പറയുന്നുണ്ട്, പക്ഷെ പ്രോമിസി ആവശ്യപ്പെട്ടാൽ മാത്രമേ പ്രോമിസർ അത് പെർഫോം ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദെൻ പ്രോമിസി മസ്റ്റ് അപ്ലൈ ടു ദി പ്രോമിസർ ഫോർ ദി പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഇപ്പം ഞാൻ ഇന്ന ദിവസം ശനിയാഴ്ച ദിവസം എന്ത് ചെയ്യണം, ഇത് പെർഫോം ചെയ്യണം, പക്ഷേ എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയാം എന്ന് പ്രോമിസി പറയുകയാണെങ്കിൽ ആ പ്രോമിസി എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പ്രോമിസറിനോട് അത് ആവശ്യപ്പെടുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രോമിസർ അത് പെർഫോം ചെയ്യുന്നത്. Such a demand for performance must be made at a proper time and place and with the usual hours of business. അപ്പോൾ അവിടെ ഈ പറഞ്ഞത് കണക്ക് ഇപ്പം സാറ്റർഡേ ആണ് നമ്മൾ ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞത്, പക്ഷേ പ്രോമിസി പറയുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രോമിസി പറയുന്നത് എങ്ങനെയായിരിക്കണം, ഒരു റീസണബിൾ ടൈമിനുള്ളിലായിരിക്കണം. ഈ പറഞ്ഞതുപോലെ ഒരു 5 മണിക്ക് മുന്നേ തന്നെ, അല്ല നമ്മൾ ഈ രാത്രി 10 മണിക്കോ 12 മണിക്കോ ഒക്കെ ഇത് കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം ചെയ്യണമെന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ പ്രോമിസി അങ്ങോട്ട് ആവശ്യപ്പെടുന്നതും ആ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ ആയിരിക്കണം. അടുത്ത 5ാമത്തെ പോയിന്റ് ആണ് വെയർ ദി പ്ലേസ് ഫോർ പെർഫോമൻസ് ഈസ് നോട്ട് സ്പെസിഫൈഡ്. കോൺട്രാക്റ്റിൽ പ്ലേസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ലെങ്കിൽ, അതായത് ഈ കോൺട്രാക്ട് എവിടെ വെച്ച് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? Where the place for performance is not fixed in the contract and the promisor has to perform the promise without a demand by the promisee, then the promisor must apply to the promisee to fix a reasonable place for the performance of the promisee. ഇപ്പോൾ ഇവിടെ പറയുന്നത് പ്ലേസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രോമിസിയോട് ആവശ്യപ്പെടാം ഒരു റീസണബിൾ സ്ഥലം, അതായത് ഈ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം എവിടെ വേണം എന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി പ്രോമിസിയോട് ആവശ്യപ്പെടാം. Thereafter, അതിനുശേഷം the promisor must perform the promise at the place fixed by the promisee. അപ്പോൾ പ്രോമിസി എവിടെയാണോ ഒരു പ്ലേസ് ഫിക്സ് ചെയ്യുന്നത് ആ പ്ലേസിൽ വെച്ച് പ്രോമിസറിന് ആ ഒരു കോൺട്രാക്ട് ചെയ്തു തീർക്കാവുന്നതാണ്. ദെൻ 6ാമത്തെ പോയിന്റ് പറയുന്നത് വെയർ ദി മാനർ ആൻഡ് ടൈം ഫോർ പെർഫോമൻസ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രോമിസി. അതായത് ഏത് സമയത്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് പ്രോമിസി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്? Where the manner and time for the performance is prescribed by the promisee himself, the promise should be performed in the manner and at the time prescribed by the promisee. അപ്പോൾ പ്രോമിസി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നെങ്കിൽ അതേ രീതിയിൽ മാത്രമേ പ്രോമിസറിന് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ സാധിക്കൂ. അപ്പം ഇത്രയുമാണ്, അങ്ങനെ 6 രീതിയിലാണ് നമ്മുടെ ഒരു പെർഫോമൻസിന്റെ ടൈം അല്ലെങ്കിൽ പ്ലേസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ 6 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടത്. അടുത്ത് പറയാൻ പോകുന്നതാണ് റെസിപ്രോക്കൽ പ്രോമിസസ്. റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ടൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ തിരിച്ച് അവിടുന്ന് കൺസിഡറേഷൻ ആയിട്ട് വരുന്നത് ഒരു പ്രോമിസ് തന്നെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് കൊടുക്കുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ റെസിപ്രോക്കൽ കോൺട്രാക്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മാരേജ്. മാരേജ് എന്ന് പറയുമ്പോൾ ഒരാൾ അങ്ങോട്ട് വിവാഹം കഴിക്കാം എന്നൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ തിരിച്ചു ഇങ്ങോട്ടും അങ്ങനെ ഒരു പ്രോമിസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാരേജ് എന്നൊക്കെ പറയുന്നത് ഒരു റെസിപ്രോക്കൽ പ്രോമിസസ് ആയിട്ട് കണക്കാക്കാം. അപ്പം സാധാരണ കോൺട്രാക്റ്റുകളെ അപേക്ഷിച്ച് സാധാരണ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരാൾ അങ്ങോട്ട് കാറ് കൊടുക്കാം എന്ന് പറയുമ്പോൾ തിരിച്ച് അതിന്റെ കാറിന്റെ പറയുന്ന വിലയാണ് കൊടുക്കുന്നത്. അവിടെ കൺസിഡറേഷൻ ആയിട്ട് ഒരു പ്രോമിസ് അല്ലല്ലോ വരുന്നത്, അവിടെ ഒരു എമൗണ്ട് ആണ്. ഇപ്പൊ ഒരാൾ അങ്ങോട്ട് കാറ് കൊടുക്കുമ്പോൾ ആ കാറിന്റെ വില ഇപ്പൊ 5 ലക്ഷമെങ്കിൽ ആ 5 ലക്ഷമാണ് മറ്റേ ആൾ തിരിച്ച് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പക്ഷെ ഒരാൾ അങ്ങോട്ട് പ്രോമിസ് കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുന്ന കൺസിഡറേഷൻ എന്ത് തന്നെയാണ്, പ്രോമിസ് തന്നെയാണ്. അപ്പൊ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പം ഈ റെസിപ്രോക്കൽ പ്രോമിസസിനെ പറ്റി പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് ആണ്. ഇനി ഏതെല്ലാം തരത്തിലെ റെസിപ്രോക്കൽ പ്രോമിസസ് ഉണ്ട് എന്ന് നോക്കാം. കൈൻഡ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. ഫസ്റ്റ് പറയുന്നത് മ്യൂച്വൽ ആൻഡ് കൺകറന്റ് റെസിപ്രോക്കൽ പ്രോമിസസ്. There are the promises which are to be performed simultaneously. അത് ഒരേ സമയം തന്നെ ഒരാൾ അങ്ങോട്ട് പ്രോമിസ് കൊടുക്കുമ്പോൾ അറ്റ് എ ടൈം തന്നെ തിരിച്ചു ഒരാൾ പ്രോമിസ് കൊടുക്കണം. സൈമിൾട്ടേനിയസ് ആണ്, സെയിം ടൈമിൽ തന്നെ നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സെയിം ടൈമിൽ തന്നെ പ്രോമിസസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ മ്യൂച്വൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് സെയിം ടൈം. In such a case, the promisor is not bound to perform his promise unless the promisee is ready and willing to perform his own promise. അപ്പം പ്രോമിസർ അയാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അയാളുടെ പ്രോമിസ് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രോമിസിക്കും അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ അതേ സമയം തന്നെ മറ്റേയാളും പ്രോമിസ്. അപ്പൊ ആരെങ്കിലും ഒരാൾ പ്രോമിസ് ചെയ്തില്ലെങ്കിൽ മറ്റേയാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോമിസ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല.
അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ആൻഡ് ബി എഗ്രി ദാറ്റ് എ ഷാൾ സെൽ സം ഗുഡ്സ് ടു ബി ഫോർ ₹5,000. ബി എഗ്രി ടു പേ ദി പ്രൈസ് ഓൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഹിയർ എ നീഡ് നോട്ട് ഡെലിവർ ദി ഗുഡ്സ് ടു ബി അണ്ടിൽ ബി ഈസ് വില്ലിംഗ് ആൻഡ് റെഡി ടു പേ മണി ഫോർ ദി ഗുഡ്സ്. ബി നീഡ് നോട്ട് പേ മണി ഫോർ ദി ഗുഡ്സ് അൺലെസ് എ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദി ഗുഡ്സ്. അപ്പം ഇവിടെ പറയുന്നത് 5,000 രൂപ, എ എന്ന് പറയുന്ന ആള് 5,000 രൂപയുടെ ഗുഡ്സ് ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എ ഗുഡ്സ് അയക്കുമ്പോൾ തന്നെ ബി എന്താണ് 5,000 രൂപ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എ ഗുഡ്സ് അയച്ചില്ലെങ്കിൽ ബിക്ക് 5,000 കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ബി 5,000 കൊടുത്തില്ലെങ്കിൽ എ എന്ത് ചെയ്യത്തില്ല, ഗുഡ്സും കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് മ്യൂച്വൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. ഇനി അതിനോടൊപ്പം വരുന്നതാണ് കൺകറന്റ് റെസിപ്രോക്കൽ പ്രോമിസസ്. അയ്യോ, ആ ഒരു സെന്റൻസ് കളഞ്ഞറിഞ്ഞിട്ടാ, കൺകറന്റ് റെസിപ്രോക്കൽ പ്രോമിസസ്. അടുത്ത പറയാൻ പോകുന്നതാണ് റെസിപ്രോക്കൽ പ്രോമിസസ്. റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ടൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ തിരിച്ച് അവിടുന്ന് എന്താണ് കൺസിഡറേഷൻ ആയിട്ട് വരുന്നത് ഒരു പ്രോമിസ് തന്നെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് കൊടുക്കുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ റെസിപ്രോക്കൽ കോൺട്രാക്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മാരേജ്. മാരേജ് എന്ന് പറയുമ്പോൾ ഒരാൾ അങ്ങോട്ട് വിവാഹം കഴിക്കാം എന്നൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ തിരിച്ചു ഇങ്ങോട്ടും എന്താണ് അങ്ങനെ ഒരു പ്രോമിസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാരേജ് എന്നൊക്കെ പറയുന്നത് ഒരു റെസിപ്രോക്കൽ പ്രോമിസസ് ആയിട്ട് കണക്കാക്കാം. അപ്പം സാധാരണ കോൺട്രാക്റ്റുകളെ അപേക്ഷിച്ച് സാധാരണ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരാൾ അങ്ങോട്ട് കാറ് കൊടുക്കാം എന്ന് പറയുമ്പോൾ തിരിച്ച് അതിന്റെ കാറിന്റെ പറയുന്ന വിലയാണ് കൊടുക്കുന്നത്. അവിടെ കൺസിഡറേഷൻ ആയിട്ട് ഒരു പ്രോമിസ് അല്ലല്ലോ വരുന്നത്, അവിടെ ഒരു എമൗണ്ട് ആണ്. ഇപ്പൊ ഒരാൾ അങ്ങോട്ട് കാറ് കൊടുക്കുമ്പോൾ ആ കാറിന്റെ വില ഇപ്പൊ 5 ലക്ഷം എങ്കിൽ ആ 5 ലക്ഷമാണ് മറ്റേ ആൾ തിരിച്ച് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പക്ഷെ ഒരാൾ അങ്ങോട്ട് പ്രോമിസ് കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുന്ന കൺസിഡറേഷൻ എന്ത് തന്നെയാണ്, പ്രോമിസ് തന്നെയാണ്. അപ്പൊ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പം ഈ റെസിപ്രോക്കൽ പ്രോമിസസിനെ പറ്റി പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് ആണ്. ഇനി ഏതെല്ലാം തരത്തിലെ റെസിപ്രോക്കൽ പ്രോമിസസ് ഉണ്ട് എന്ന് നോക്കാം. കൈൻഡ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്. ഫസ്റ്റ് പറയുന്നത് മ്യൂച്വൽ ആൻഡ് കൺകറന്റ് റെസിപ്രോക്കൽ പ്രോമിസസ്. There are the promises which are to be performed simultaneously. അത് ഒരേ സമയം തന്നെ ഒരാൾ അങ്ങോട്ട് പ്രോമിസ് കൊടുക്കുമ്പോൾ അറ്റ് എ ടൈം തന്നെ തിരിച്ചു എന്താണ് ഒരാൾ പ്രോമിസ് കൊടുക്കണം. സൈമിൾട്ടേനിയസ് ആണ്, സെയിം ടൈമിൽ തന്നെ നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സെയിം ടൈമിൽ തന്നെ പ്രോമിസസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ മ്യൂച്വൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് സെയിം ടൈം. In such a case, the promiser is not bound to perform his promise unless the promisee is ready and willing to perform his own promise. അപ്പം പ്രോമിസർ അയാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അയാളുടെ പ്രോമിസ് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രോമിസിക്കും അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ അതേ സമയം തന്നെ മറ്റേയാളും പ്രോമിസ്. അപ്പൊ ആരെങ്കിലും ഒരാൾ പ്രോമിസ് ചെയ്തില്ലെങ്കിൽ മറ്റേയാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോമിസ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ആൻഡ് ബി എഗ്രി ദാറ്റ് എ ഷാൾ സെൽ സം ഗുഡ്സ് ടു ബി ഫോർ ₹5,000. ബി എഗ്രി ടു പേ ദി പ്രൈസ് ഓൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഹിയർ എ നീഡ് നോട്ട് ഡെലിവർ ദി ഗുഡ്സ് ടു ബി അണ്ടിൽ ബി ഈസ് വില്ലിംഗ് ആൻഡ് റെഡി ടു പേ മണി ഫോർ ദി ഗുഡ്സ്. ബി നീഡ് നോട്ട് പേ മണി ഫോർ ദി ഗുഡ്സ് അൺലെസ് എ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദി ഗുഡ്സ്. അപ്പം ഇവിടെ പറയുന്നത് 5,000 രൂപ, എ എന്ന് പറയുന്ന ആള് 5,000 രൂപയുടെ ഗുഡ്സ് ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എ ഗുഡ്സ് അയക്കുമ്പോൾ തന്നെ ബി എന്താണ് 5,000 രൂപ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എ ഗുഡ്സ് അയച്ചില്ലെങ്കിൽ ബിക്ക് 5,000 കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ബി 5,000 കൊടുത്തില്ലെങ്കിൽ എ എന്ത് ചെയ്യത്തില്ല, ഗുഡ്സും കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് മ്യൂച്വൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് കണ്ടീഷണൽ ആൻഡ് ഡിപ്പെൻഡന്റ് റെസിപ്രോക്കൽ പ്രോമിസസ്. അതായത് where the performance of the promise by one party depends on the prior performance of the promise by other party, the promises are called conditional and dependent. അതായത് ഒരാളുടെ പെർഫോമൻസ് കണ്ടിട്ട് അതിന്റെ ഫലമായിട്ട് മറ്റൊരാൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, പ്രോമിസ് കൊടുക്കുന്നു. അപ്പം ഇവിടെ ഓൾറെഡി ഒരാൾ ഒരു പ്രോമിസ് പെർഫോം ചെയ്യുകയും അതിനുശേഷം അത് കണ്ടിട്ട് മറ്റേയാൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷമാണ് മറ്റേയാൾ അങ്ങോട്ട് പ്രോമിസ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിന്റെ ഫലമായിട്ട് മറ്റൊരു പ്രോമിസ് ഉണ്ടാവുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ആൻഡ് ഡിപ്പെൻഡന്റ് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. ഇൻ സച്ച് പ്രോമിസസ് ഇഫ് ദ പാർട്ടി ഹു ഈസ് ബൗണ്ട് ടു പെർഫോം ഹിസ് പ്രോമിസ് ഫസ്റ്റ് ഫെയിൽ ടു പെർഫോം ഇറ്റ് ഹി കനോട്ട് ക്ലെയിം പെർഫോമൻസ് ഫ്രം ദി അതർ പാർട്ടി. അപ്പൊ ആദ്യം പ്രോമിസ് കൊടുത്ത ആള് ആ പ്രോമിസ് കൊടുക്കാൻ ഫെയിൽ ആവുകയാണെങ്കിൽ മറ്റേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോമിസ് കൊടുക്കാൻ പറ്റില്ല.
Moreover, the defaulting party becomes liable to pay compensation to the other party for the loss suffered by the other on the account of the non-performing of the contract. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രയർ ആയിട്ട് അത് ഫസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആള് അയാൾക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റേ പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഡിഫോൾട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഡാമേജസിന് കൊടുക്കാവുന്നതാണ്, പൈസ കൊടുക്കാവുന്നതാണ്. അതായത് കോമ്പൻസേഷൻ കൊടുക്കാം. കാരണം ഇയാൾ പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് മറ്റേ ആൾക്കത് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇയാളുടെ ആ ഒരു ഫെയിലിയർ കാരണം മറ്റേ ആൾക്ക് എന്തെങ്കിലും ഡാമേജസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ, കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത് പറയുന്നത് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് റെസിപ്രോക്കൽ പ്രോമിസസ്. These are promises where each party must perform his promises independently without waiting for the party to perform his promise or without waiting whether or not the other party is willing to perform his promise. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യൊന്നുമല്ല, ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് മറ്റൊരാളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല, ഒരാളുടെ പ്രോമിസ് മറ്റൊരാളുടെ പ്രോമിസിനെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രോമിസസിനാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് in such promises, if either party failed to perform his promise, the other party may proceed against him for damage. അപ്പോൾ ഇവിടെ ഒരാൾ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് എന്ത് ചെയ്യാം, അയാൾക്കെതിരെ ഡാമേജസിന് ക്ലെയിം കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള റെസിപ്രോക്കൽ പ്രോമിസ് ആണുള്ളത്. ഫസ്റ്റ് മ്യൂച്വൽ ആൻഡ് കൺകറന്റ് ആണ്. ഇതിന്റെ പ്രത്യേകതയാണ് സൈമിൾട്ടേനിയസ്, അറ്റ് ദ സെയിം ടൈം തന്നെ രണ്ടുപേരും പ്രോമിസ് കൊടുക്കുന്നു. രണ്ടാമത് പറഞ്ഞാൽ കണ്ടീഷണൽ ആൻഡ് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ ആദ്യം പെർഫോം ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് മറ്റേ ആൾ എന്ത് ചെയ്യുന്നു, ആ പ്രോമിസ് പെർഫോം ചെയ്യും. അപ്പോൾ ഒരാൾ ചെയ്തതിന് ശേഷമാണ് അടുത്ത ആൾ പ്രോമിസ് കൊടുക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പം ഒരാളുടെ പ്രോമിസിനെ മറ്റേ ആൾ വെയിറ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, അവിടെ ഇൻഡിപെൻഡന്റ് ആണ്. ഒരാൾ പ്രോമിസ് കൊടുക്കുന്നത് മറ്റേ ആളുടെ പ്രോമിസും തമ്മിൽ യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. അങ്ങനെയുള്ളതാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് പ്രോമിസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലെ റെസിപ്രോക്കൽ പ്രോമിസസ് ആണ് ഉള്ളത്. അടുത്ത പറയാൻ പോകുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും. ഇപ്പോഴും ഓർക്കുക, നമ്മുടെ റെസിപ്രോക്കൽ പ്രോമിസസ് ആരെങ്കിലും പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ പെർഫോം ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, വോയിഡബിൾ ആയിരിക്കും. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, വേർ വൺ പാർട്ടി ടു എ റെസിപ്രോക്കൽ പ്രോമിസസ് പ്രിവെന്റ് ദി അതർ പാർട്ടി ഫ്രം പെർഫോമിംഗ് ഹിസ് പ്രോമിസ്. ഇപ്പോൾ ഒരാൾ മറ്റേ ആളെ തടയുകയാണ്, പെർഫോം ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണ് എന്നുണ്ടെങ്കിൽ ദ കോൺട്രാക്ട് ബിക്കം വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി പാർട്ടി ഹു ഈസ് സോ പ്രിവെന്റ്. ആരെയാണോ നമ്മൾ തടഞ്ഞത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. The parties who prevented may also recover compensation from the other party for any loss suffered due to non-performance of the contract. അപ്പം ഈ തടഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ കോൺട്രാക്റ്റിൽ നിന്ന് തടഞ്ഞത് ആ വ്യക്തിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അതിനെതിരെ കോമ്പൻസേഷനും ആവശ്യപ്പെടാവുന്നതാണ്. അതാണ് എഫക്റ്റ്, ഈ ഒരു റെസിപ്രോക്കൽ പ്രോമിസസിന്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ആണ്. ഇനി പറയാൻ പോകുന്നത് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കാൻ, അത് ഇമ്പോസിബിൾ ആവുന്നതിനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. സംടൈംസ് ദി പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ബിക്കം ഇമ്പോസിബിൾ. ഇപ്പൊ എല്ലാ കോൺട്രാക്റ്റുകളും നമ്മൾ പെർഫോം ചെയ്യണം എന്നില്ല, ചില കാരണങ്ങൾ കൊണ്ട് ചില കോൺട്രാക്റ്റുകൾ പെർഫോം ചെയ്യാതെ ഇരിക്കാം. In such cases, the contract is discharged because the party cannot perform their respective obligation. This is based on the principle that the law does not recognize what is impossible. What is impossible does not create any obligation. Impossibility of performance may be of the following 2 types. അപ്പം എല്ലാ കോൺട്രാക്റ്റുകളും പെർഫോം ചെയ്യണം എന്നൊന്നും ഇല്ല, ചില കേസിൽ എന്ത് ചെയ്യാം, ചില കോൺട്രാക്റ്റുകൾ നമ്മൾ ചെയ്യാതെ ഇരിക്കാം. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഒബ്ലിഗേഷൻസ് അവർ ചെയ്യാതിരിക്കുമ്പോഴാണ് ആ ഒരു പെർഫോമൻസിന് ഇമ്പോസിബിൾ എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ 2 രീതിയിലാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇനിഷ്യൽ ഇമ്പോസിബിലിറ്റി, അതായത് ചില കോൺട്രാക്റ്റുകൾ ഫോം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫോർമേഷൻ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ മൈനറുമായിട്ടുള്ള കോൺട്രാക്റ്റ് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്നു, മൈനറുമായിട്ടുള്ള കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വോയിഡ് അബ് ഇനിഷ്യോ ആണ് അല്ലെ, തുടക്കത്തിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ തന്നെ ആ കോൺട്രാക്ട് വോയിഡ് ആണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിലിറ്റി വിച്ച് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ, തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ആ കോൺട്രാക്ട് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. It makes the contract void ab initio and thus the contract does not create any rights and obligation on the contracting parties. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു, അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ
ആ വ്യക്തികൾക്ക് യാതൊരു ഒബ്ലിഗേഷനോ റൈറ്റ്സോ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ഇപ്പം നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. ആ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ആകാശത്ത് നക്ഷത്രത്തെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് ആയിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, നമ്മളെ കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല. അപ്പം നമുക്ക് ആ ഒരു കോൺട്രാക്ട് കേൾക്കുമ്പോഴേ അറിയാം അതെന്താണ്, നടക്കാൻ പോകുന്നതല്ല. അപ്പം ആ കോൺട്രാക്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ആ കോൺട്രാക്ട് നടക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കോൺട്രാക്റ്റുകളാണ് നമ്മൾ ഇനിഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് പറയുന്നത് subsequent or supervening impossibility. Sometimes the performance of a contract is quite possible when it is made, but subsequently some event happens which renders the performance impossible or unlawful. തുടക്കത്തിൽ അത് സാധാ ഒരു കോൺട്രാക്ട് പോലെ തന്നെയാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോൺട്രാക്ട് ആണ്. പക്ഷെ പിന്നീട് ആ കോൺട്രാക്ട് തുടങ്ങി കുറച്ച് നാൾ സബ്സിക്വന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചില ഇവന്റ്സുകളൊക്കെ സംഭവിച്ചത് കാരണം ആ പെർഫോമൻസ് നടക്കാതെ വരിക. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാള് വിദേശത്തുള്ള ഒരാളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, കോൺട്രാക്ട് ഫോം ചെയ്തു. പക്ഷെ ഫോം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാർ ഡിക്ലെയർ ചെയ്തു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, വാറ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കോൺട്രാക്ട് നടത്താൻ പറ്റത്തില്ല. അപ്പൊ അവിടെ വാറ് സംഭവിക്കുക, അങ്ങനെ ഒരു ഇവന്റ് സംഭവിച്ചത് കാരണം ആ ഒരു കോൺട്രാക്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ചിലപ്പം രണ്ട് പാർട്ടീസ് തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണ്, അതിലൊരു പാർട്ടീസ് മരിച്ചു പോവുകയോ അപ്പം അല്ലെങ്കിൽ അയാൾക്ക് ആക്സിഡന്റ് പറ്റിയോ ഓർമ്മ നഷ്ടപ്പെടുകയോ ഒക്കെ അങ്ങനെ വല്ലതും സംഭവിച്ചു വരികയാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ കണക്ക് കോൺട്രാക്ട് ഫോം ചെയ്ത സമയത്ത് യാതൊരു കുഴപ്പമില്ല, അത് വാലിഡ് ആയിട്ടൊരു കോൺട്രാക്ട് ആണ്. പക്ഷെ പിന്നീട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെ ഇവന്റ് സംഭവിച്ച കാരണം അയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു, ആ കോൺട്രാക്ട് അവിടെ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ സൂപ്പർവെനിങ് അല്ലെങ്കിൽ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിലാണ് ഒരു കോൺട്രാക്ട് പെർഫോമൻസ് ഇമ്പോസിബിൾ ആവുന്നത്, ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഒന്നെന്താണ് ഇനിഷ്യലി നമുക്ക് തുടക്കത്തിൽ തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് ഉണ്ട്. ചില കോൺട്രാക്ട് ആണെങ്കിൽ തുടക്കത്തിൽ കുഴപ്പമൊന്നും കാണില്ല, പക്ഷെ പിന്നീട് സബ്സിക്വന്റ്ലി ചില ഇവന്റ്സുകൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത് കാരണം ചില കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യാം, നടക്കാൻ പറ്റാതെ പോവാം. അപ്പൊ ഈ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആവണമെങ്കിൽ ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയാൻ സാധിക്കൂ. അതായത് ചില കോൺട്രാക്ട് നമ്മൾ എൻറ്റർ ചെയ്തതിന് ശേഷം മനഃപൂർവ്വം നമ്മൾ ചിലപ്പോൾ ആ കോൺട്രാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ശ്രമിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ അതിനെ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പം ഇവിടെ ഫസ്റ്റ് പറയുന്നത് ദി ആക്ട് ഷുഡ് ഹാവ് ഇമ്പോസിബിൾ, നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരിക്കണം. അതായത് തുടക്കത്തിൽ ഫോം ചെയ്ത സമയത്ത് പറ്റുകയും പിന്നീട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിരിക്കണം. ദെൻ രണ്ടാമത് പറയുന്നത് ആ ഇമ്പോസിബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതിലും അതീതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം മരണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് പാർട്ടീസിലെ ഒരു പാർട്ടി മരിച്ചുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ മരിച്ച ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ നേരെ മറിച്ച് ആക്സിഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അയാളെ റിക്കവർ ചെയ്തെടുത്തിട്ട് ഈ കോൺട്രാക്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ആ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരിക്കലും ആ ഇവന്റിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കരുത്. അതായത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദ ഇമ്പോസിബിലിറ്റി ഷുഡ് ഹാവ് ബീൻ കോസ്ഡ് ബൈ ദ സർക്കംസ്റ്റൻസസ് വിച്ച് വെർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി കൺസേൺഡ് പാർട്ടി. അപ്പൊ ആ ഒരു ഇവന്റ് കാരണമാണല്ലോ ആ കോൺട്രാക്ട് ഇമ്പോസിബിൾ ആയി മാറുന്നത്. ആ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺട്രോൾ, നമ്മുടെ നിയന്ത്രണത്തിനും അതീതമായിട്ടായിരിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഈ മരണം എന്ന് പറയുന്നത്. ആ രണ്ട് പാർട്ടീസിൽ ഒരാൾ മരിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് ഒരിക്കലും മരണത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അല്ലെ മരിച്ചു പോയാൽ തിരിച്ചു കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരിക്കണം. ദെൻ മൂന്നാമത് പറയുന്നത് ദ ഇമ്പോസിബിലിറ്റി ഷുഡ് നോട്ട് ബി ദ റിസൾട്ട് ഓഫ് ദി ആക്ട് ഓഫ് ദി പാർട്ടി. ഈ കോൺട്രാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഈ പാർട്ടീസിന്റെ പ്രവൃത്തി കൊണ്ടാവരുത്. അതായത് ഇപ്പൊ രണ്ടുപേര് ചേർന്നൊരു കോൺട്രാക്ട് ഫോം ചെയ്തു, പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിലൊരു പാർട്ടി എന്തെങ്കിലും ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതാവരുത്. പാർട്ടീസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാവരുത് ആ കോൺട്രാക്ട് ഇമ്പോസിബിൾ ആയത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് എന്നാൽ മാത്രമേ നമുക്ക് അതിനെ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്. അതായത് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തി ഒരാളിൽ നിന്നും പല സമയങ്ങളിൽ കടം വാങ്ങിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വ്യക്തി പി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും പല സമയത്ത് പല എമൗണ്ട് കടം വാങ്ങിയെന്നിരിക്കട്ടെ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ കടം ഡിസ്ചാർജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് കടമാണ് നമ്മൾ വീട്ടുന്നത്? കാരണം അയാൾക്ക് നമ്മൾ ഒരുപാട് പൈസ പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ചതുണ്ട്. അപ്പോൾ ആ കട എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഏതിൽ നിന്നൊക്കെയാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്, അതാണ് പറയാൻ പോകുന്നത്.
Okay, sometimes a debtor owes several debt to the same creditor and make the payment which is not sufficient to discharge all debt. In such cases, the payment is appropriated, that is adjusted against the debt as per section 59 to 61 of the Indian Contract Act. These sections contains the rule as to against which the debt of payment is to be appropriated and may be discussed under the following cases. അപ്പം ഇപ്പം അയാൾ പല തവണയായിട്ട് ഒരു വ്യക്തിയിൽ നിന്നും 50,000 രൂപ കടം വാങ്ങിയെന്നിരിക്കട്ടെ. അപ്പോൾ ഇയാൾ ഒരു 10,000 രൂപയാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ 10,000 രൂപ ഏത് കടത്തിൽ നിന്നും ഡിഡക്ട് ചെയ്യണം? കാരണം മൊത്തത്തിൽ അയാൾ 50,000 രൂപ കൊടുക്കാനുണ്ട്, പല തവണയായിട്ട് പല എമൗണ്ട് ആയിട്ട് വാങ്ങിയതാണ്. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ പറയുന്ന രീതിയിലെല്ലാം നമുക്ക് 4 രീതിയുണ്ട്. ഈ 4 രീതിയിൽ നമുക്ക് കടം വീട്ടാവുന്നതാണ്. ഫസ്റ്റ് പറയുന്നത് where the debt to be discharged is indicated by the debtor. അതായത് ഡെപ്റ്റർ ഈ പൈസ കൊടുക്കുമ്പോൾ ഡെപ്റ്റർ പറയാണ്, ഡെപ്റ്റർ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്, അതായത് ഇന്ന പൈസ അല്ലെങ്കിൽ അന്ന് വാങ്ങിയ കടം ആണ് ഇത് ഈ പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്ററിന് ആ എമൗണ്ട് മാത്രമേ ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദി അപ്രോപ്രിയേഷൻ ഈസ് ദ റൈറ്റ് ഗിവൺ ടു ദി ഡെപ്റ്റർ ഫോർ ഹിസ് ബെനിഫിറ്റ്. The debtor has the right to instruct his creditor to which particular debt the money paid is to be adjusted, and if the creditor accepts the payment, he is bound by the instruction of the debtor. അപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പം ഇയാള് പൈസ കൊടുക്കുന്ന സമയത്ത് ഈ ഡെപ്റ്റർ, അതായത് പൈസ വാങ്ങിച്ച ആൾക്ക് ക്രെഡിറ്ററിനോട് ആവശ്യപ്പെടാം, ഞാൻ ഇന്ന ദിവസം വാങ്ങിയ കടമാണ്, അതിൽ നിന്നും ഇത് ഡിഡക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്ററിന് ആ കടം മാത്രമേ ഇതിൽ നിന്നും കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എ എന്ന് പറയുന്ന ആള് ആദ്യത്തെ തവണ ഒരു 10,000 രൂപ വാങ്ങിയിട്ടുണ്ട്, പിന്നീട് ഒരു 20,000 വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു 25,000 വാങ്ങിയിട്ടുണ്ട്, പിന്നീട് ഒരു 20,000 വാങ്ങിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം ഇത്രയും പല തവണയായിട്ടാണ് ബിയുടെ കയ്യിൽ നിന്നും എ വാങ്ങിയത്. അപ്പൊ എ ഇവിടെ ഒരു 5,000 രൂപയാണ് ഇപ്പൊ കൊടുത്തേന്നിരിക്കട്ടെ, എ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പൊ എ പറയാണ്ട് ഞാൻ ആദ്യം വാങ്ങിയ 10,000-ൽ നിന്നും ഈ 5,000 ഡിഡക്ട് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഈ 10,000-ൽ നിന്ന് മാത്രമേ ബിക്ക് അത് കുറയ്ക്കാൻ പറ്റൂ. അതാണ് ഇവിടെ പറയുന്നത്. ഡെപ്റ്റർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ് ആ പൈസ തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ ക്രെഡിറ്ററിന് അതിൽ നിന്ന് മാത്രമേ ഡിഡക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ സന്ദർഭം പറയുന്നത് ഇവിടെ അങ്ങനെ ഒന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നോട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഡെപ്റ്റർ, ഡെപ്റ്റർ പൈസ കൊടുത്തിട്ട് ഏത് കടം അങ്ങനെയൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ബിക്ക് അയാളുടെ ഇഷ്ടം, ക്രെഡിറ്ററിന് അയാളുടെ ഇഷ്ടത്തിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കടത്തിൽ നിന്നും എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അതാണ് സെക്കൻഡ് പറയുന്നത്, നോട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഡെപ്റ്റർ. ഡെപ്റ്റർ ഒന്നും പറയാതെ ഒരു 5,000 രൂപ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഈ 3 തവണയായിട്ട് എ വാങ്ങിച്ച കടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ബിക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. Then മൂന്നാമത് പറയുന്നത് where neither party makes any appropriation. ഈ പറയുന്നത് sometimes the debtor does not expressly intimate anything about the appropriation for the payment and the creditor also fail to appropriate to make any appropriation. In this case, the payment shall be applied in discharge of the debt in chronological order. In the order of time, the first item on the debit side is discharged by the first item on the credit side and so on. ഇനി മൂന്നാമത്തെ കേസ് പറയുമ്പോൾ 2 പാർട്ടീസ് ഒരു അപ്രോപ്രിയേഷൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ വഴി, അതായത് ആദ്യം വാങ്ങിയ കടം ആദ്യം വീട്ടുക, അങ്ങനെ ആ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ പൈസ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ എ 5,000 കൊടുക്കുകയാണെങ്കിൽ ബിക്ക് ആദ്യത്തെ 10,000-ൽ നിന്നും അത് കുറയ്ക്കാം. ദെൻ ലാസ്റ്റ് പറയുന്നത് അപ്രോപ്രിയേഷൻ ടുവേർഡ്സ് ഇൻട്രസ്റ്റ് ആണ്. അതിൽ പറയുന്നത് ഇപ്പം ഈ പറഞ്ഞത് കണക്ക് എ ഒരു 5,000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്രയും രൂപ എ ബിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പലിശ എത്രയാണോ ആ പലിശയിൽ ഇത് ആക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എന്ത് ചെയ്യാം, മുതലിനകത്ത് നിന്ന് കുറയ്ക്കാവുന്നതാണ്. ഇവിടെ പറയുന്നത് sometimes the debtor makes a part payment without starting whether it is towards interest of principal amount. In such cases, the general rule is that the payment should first be adjusted towards interest and the balance towards the principal amount. അപ്പോൾ ഇവിടെ ഡെപ്റ്റർ കൊടുക്കുന്ന പൈസയിൽ നിന്നും ക്രെഡിറ്ററിന് ഇൻട്രസ്റ്റ് പലിശ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ആ പലിശ എടുത്തിട്ട് ബാക്കി മാത്രം പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇങ്ങനെ 4 രീതിയിലാണ് ഒരു ക്രെഡിറ്ററിന് ആ ഡെപ്റ്റർ തരുന്ന എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട്. അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോൺട്രാക്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഓരോ വ്യക്തിക്ക് ഇപ്പോൾ ഈ കോൺട്രാക്ട് ഉള്ള വ്യക്തികൾക്ക് അവരുടേതായ ലൈബിലിറ്റീസും റൈറ്റ്സും ഉണ്ട്. ഈ ലൈബിലിറ്റീസും റൈറ്റ്സും അവർക്ക് ഒരു മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അതാണ് അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം
അത് തന്നെ. അപ്പോൾ അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ട് ആണ്. ഈ കോൺട്രാക്റ്റിലെ ലൈബിലിറ്റീസും റൈറ്റ്സും നമ്മൾ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അസൈൻ മീൻസ്, അസൈൻ എന്ന വാക്കിനർത്ഥം ട്രാൻസ്ഫർ എന്നാണ്. അസൈൻമെന്റ് ഓഫ് എ കോൺട്രാക്ട് മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് അണ്ടർ ദി കോൺട്രാക്ട് വിത്ത് തേർഡ് പാർട്ടി. ഈ കോൺട്രാക്റ്റിലെ ലൈബിലിറ്റീസും റൈറ്റ്സും നമ്മൾ മൂന്നാമതൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതും വിത്തൗട്ട് ഓർ വിത്ത് ദി കൺകറന്റ് ഓഫ് ദി അതർ പാർട്ടി ടു ദ കോൺട്രാക്ട്. നമുക്കങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ സമ്മതം വേണം. അയാളുടെ സമ്മതം ഇല്ലാതെയോ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് ടേക്ക് പ്ലേസ് ബൈ. ഇനി അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ആക്ട് ഓഫ് ദി പാർട്ടീസ്, മറ്റൊന്ന് ഓപ്പറേഷൻ ഓഫ് ലോ. അതിൽ ഫസ്റ്റ് ആണ് ആക്ട് ഓഫ് ദി പാർട്ടീസ്. അസൈൻമെന്റ് ഈസ് സെഡ് ടു ടേക്ക് പ്ലേസ് ബൈ ദി ആക്ട് ഓഫ് ദി പാർട്ടീസ് വെൻ ദേ ദംസെൽവ്സ് മേക്ക് ദി അസൈൻമെന്റ്. അതായത് അസൈൻമെന്റ്, ഈ ഒരു ട്രാൻസ്ഫർ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിലെ വ്യക്തികൾ തന്നെ അത് ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ ആക്ട് ഓഫ് ദി പാർട്ടീസ് എന്ന് പറയുന്നത്. അതും രണ്ട് രീതിയിലാണുള്ളത്. ഫസ്റ്റ് പറയുന്നത് അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ ലൈബിലിറ്റീസ്, അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ്, ഒരാൾക്ക് അയാളുടെ റൈറ്റ്സ്, കോൺട്രാക്റ്റിൽ പറയുന്ന അവകാശങ്ങളെയും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അതിൽ കോൺട്രാക്ച്വൽ ലൈബിലിറ്റീസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിൽ പറയുന്ന കാര്യമാണ്, രണ്ട് റൂളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഇൻവോൾവിംഗ് പേഴ്സണൽ സ്കിൽ ഓർ എബിലിറ്റി കനോട്ട് ബി അസൈൻഡ്. ഇപ്പം ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഴ്സണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് അയാൾക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. A contract involving personal skill or personal consideration of the promise cannot be assigned. Example, the contractual obligation by a singer. അപ്പോൾ ഒരു പാട്ടുകാരനാണ്, അപ്പോൾ അയാളുടെ ഒരു ലൈബിലിറ്റി അല്ലെങ്കിൽ അയാളുടെ ഒരു കോൺട്രാക്ച്വൽ ലൈബിലിറ്റി ആണ് പാടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, കാരണം അയാളുടെ പേഴ്സണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോൺട്രാക്ച്വൽ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു റൂൾ എന്താണ്, പേഴ്സണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്ച്വൽ ലൈബിലിറ്റീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ റൂള് പറയുന്നത് എ പ്രോമിസർ കനോട്ട് അസൈൻ ഹിസ് ലൈബിലിറ്റി ഓർ ഒബ്ലിഗേഷൻ അണ്ടർ എ കോൺട്രാക്ട്. ഒരാൾക്ക് അയാളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ലൈബിലിറ്റീസുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇംഗ്ലീഷ് ലോ ദി കോൺട്രാക്ച്വൽ ലൈബിലിറ്റി ഒബ്ലിഗേഷൻ അണ്ടർ എ കോൺട്രാക്ട് കനോട്ട് ബി ട്രാൻസ്ഫർ ടു അനദർ പേഴ്സൺ. ഇന്ത്യൻ ലോയിലും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലോയിലും പറയുന്ന കാര്യമാണ്, ഒരാൾക്ക് അയാളുടെ ലൈബിലിറ്റീസുകൾ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. It is to be noted that contractual liabilities of one person under a contract can be transferred in the following cases. എന്നാൽ കോൺട്രാക്ച്വൽ ലയബിലിറ്റീസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അത് രണ്ടെണ്ണമാണ്. അല്ല, ഫസ്റ്റ് പറയുന്നത് ദ പ്രോമിസർ മേ അസൈൻ ഹിസ് ലയബിലിറ്റി വിത്ത് ദ കൺസെന്റ് ഓഫ് ദി പ്രോമിസി ടു എ തേർഡ് പാർട്ടി. പ്രോമിസിയുടെ സമ്മതത്തോടു കൂടി വേണമെങ്കിൽ പ്രോമിസറിന് അയാളുടെ കോൺട്രാക്ച്വൽ ലയബിലിറ്റി തേർഡ് പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമത്തെ കേസ് പറയുന്നത് വേർ ദി പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പേഴ്സണൽ സ്കില്ല്. പേഴ്സണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാത്ത വല്ല കാര്യമാണെങ്കിൽ അതും എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി പറയുന്നത് അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആണ്. കോൺട്രാക്ച്വൽ റൈറ്റ്സ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നത് the rights and benefit under a contract can be assigned to another party. ഒരു കോൺട്രാക്റ്റിൽ നിന്നും കിട്ടുന്ന അവകാശം അല്ലെങ്കിൽ ബെനിഫിറ്റ് നമുക്ക് വേണമെങ്കിൽ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അവിടെ രണ്ട് റൂളാണ് പറയുന്നത്. ദ റൈറ്റ് ആൻഡ് ബെനിഫിറ്റ് അണ്ടർ എ കോൺട്രാക്ട് നോട്ട് ഇൻവോൾവിംഗ് പേഴ്സണൽ സ്കിൽ മേ ബി അസൈൻഡ് സബ്ജക്ട് ടു ഓൾ എക്വിറ്റീസ് ബിറ്റ്വീൻ ദി ഒറിജിനൽ പാർട്ടീസ്. ഇവിടെ അതേപോലെയാണ് പറയുന്നത്, പേഴ്സണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലാത്തയാണെങ്കിൽ ആ റൈറ്റ്സും പിന്നെ അതേപോലെ തന്നെ ബെനിഫിറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് പറയുന്നത് ദി ആക്ഷണൽ ക്ലെയിം ക്യാൻ ആൾവേസ് ബി അസൈൻഡ് ബട്ട് ദി അസൈൻമെന്റ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് മസ്റ്റ് ബി എഫക്റ്റഡ് ബൈ ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. ആക്ഷണബിൾ ക്ലെയിം ആണെങ്കിൽ, ആക്ഷണബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ എ ക്ലെയിം വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ത്രൂ കോർട്ട് ഓഫ് ലോ. അതായത് ആ ഒരു പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ നമുക്കെതിരെ കോടതി ആക്ഷൻ എടുക്കും. അപ്പം അങ്ങനെയൊക്കെ കോടതി പ്രകാരം കേസ് എടുക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു കേസ് വരും, അല്ലെങ്കിൽ നമുക്കെതിരെ പിന്നെ സ്യൂട്ട് ഫയൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പെർഫോം ചെയ്യാം, അത് വേറൊരാളെ ഏൽപ്പിക്കാം. അപ്പം ഇവിടെ പറയുന്നത് അത് എങ്ങനെയായിരിക്കണം, അസൈൻമെന്റ് കംപ്ലീറ്റ് ആയിരിക്കണം, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിരിക്കണം. മാത്രമല്ല നമ്മൾ എഴുതി ഇന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നൊക്കെയുള്ള റിട്ടേൺ ആയിട്ട് നമ്മൾ അതിൻ്റെതായ ഒരു ഫോർമാലിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അത് ആക്ഷണൽ ക്ലെയിം ആണെങ്കിൽ.
അതായത് ആ ഒരു പെർഫോമൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നടപടികളൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ക്ലെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് കറക്റ്റ് ആ ഒരു പ്രൊസീജിയറിലൂടെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. റിട്ടേൺ ആയിട്ട് ഇന്നാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതാണ് ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ടിനകത്ത് ദി ആക്ട് ഓഫ് ദി പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടീസിന്റെ ആക്ട്, പ്രവൃത്തിയെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ഇനി പറയുന്നത് ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. അതിൽ രണ്ടാമത്തെ ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്റ്റിൽ വരുന്ന രണ്ടാമത്തെ പോർഷനാണ് ഓപ്പറേഷൻ ഓഫ് ലോ. Assignment of right and liabilities under a contract may take place by the operation of law. This take place in the following two cases. രണ്ട് രീതിയിലാണ്. അതായത് നിയമപരമായിട്ടും ആ ഒരു കോൺട്രാക്ട് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സന്ദർഭം. ഒന്നെന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് ദി പാർട്ടി ടു എ കോൺട്രാക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി മരിച്ചു പോവുകയാണെങ്കിൽ നിയമപരമായിട്ടും ആ പറയുന്ന കാര്യം ചെയ്യാനുള്ള റൈറ്റ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലോട്ട് പോകും. അത് പേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ. ഇപ്പം ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് വൺ ഓഫ് ദി കോൺട്രാക്ടിംഗ് പാർട്ടി ഹിസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡിവോൾവ് അപ്പോൺ ഹിസ് ലീഗൽ ഹയേഴ്സ് എക്സെപ്റ്റ് ഇൻ ദി കേസ് ഓഫ് കോൺട്രാക്ട് റിക്വയറിംഗ് പേഴ്സണൽ സ്കിൽസ് ഓർ എബിലിറ്റി. പേഴ്സണൽ സ്കില്ലോ എബിലിറ്റിയോ ആവശ്യമില്ലാത്ത കോൺട്രാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യം ചെയ്യാനുള്ള അവകാശം അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ആയിരിക്കും. ദെൻ രണ്ടാമത് പറയുന്നത് ഇൻസോൾവൻസി. In case of insolvency of any one of the contracting party, his rights and liabilities will pass to the official receiver or official assignee. ഇനി കോൺട്രാക്റ്റിൽ പറയുന്ന വ്യക്തി പാപ്പരായി മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അയാളുടെ റൈറ്റ്സും ലയബിലിറ്റീസും ആരിലേക്ക് പോകും, ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനിലോട്ട് പോകും. അപ്പം ഈ രണ്ട് കേസസ് ആണ് ഓപ്പറേഷൻ ഓഫ് ലോയിൽ നിയമപരമായിട്ടും ഒരു കോൺട്രാക്ട് അസൈൻ ചെയ്യുന്ന കാര്യം. അതെപ്പോഴേക്കാണ്, ആ കോൺട്രാക്റ്റിലെ വ്യക്തികൾ മരിച്ചു പോവുകയാണെങ്കിൽ, ആ വ്യക്തികൾ ഇൻസോൾവെന്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ കോൺട്രാക്ട് നിയമപരമായിട്ടും അത് ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ആവും. ആക്ട് ഓഫ് ദി പാർട്ടീസ്, അതായത് ആ കോൺട്രാക്റ്റിലെ വ്യക്തികൾക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ട് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ ലയബിലിറ്റിയും അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റും. അങ്ങനെ ഇത്രയും കാര്യങ്ങളായപ്പോഴത്തേക്ക് നമ്മുടെ 2F ചാപ്റ്റർ, ആ 2F എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.